ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തൃശ്ശൂർ ചാവക്കാടുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ആണ് കേട്ടോ. കുട്ടികളൊക്കെ കൂടെ കൊണ്ടുപോയിട്ട് അഡ്വഞ്ചർ ടൂറിസം ആസ്വദിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ചാവക്കാട്ടേക്ക് വീട്ടേക്ക് നട്ടുച്ച നേരത്താണ് കേട്ടോ നമ്മളിവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതേ കണ്ടോ, ഇവിടെ ഇങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെയോട്ട് നടന്നു പോയിട്ട് വേണം നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട്. 120 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഓടിക്കയറി, കാരണം വെയിൽ ഒരു രക്ഷയില്ല. ആൾക്കാരില്ലാത്തത് കൊണ്ട് നല്ല സുഖമായിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണു പൊളിച്ചിട്ട് ആർക്കും അങ്ങ് നോക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ തിരയും അധികമായി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു അനക്കമില്ലാത്ത പോലെ ഞങ്ങളിങ്ങനെ നിൽക്കുമായിരുന്നു. നമ്മുടെ കൂടെ അവിടുത്തെ ചേട്ടന്മാരും ഉണ്ടായിരുന്നു കേട്ടോ. അവർ കൂടെ വന്നതിന് ശേഷമാണ് നമ്മളിതിന് മേലെ കയറിയത്. അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ വളരെ ശാന്തമായിട്ട് കിടക്കുകയാണ് കടൽ. 120 രൂപ പോയെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ച് ഇനിയെല്ലാം മീൻ ചാകര കിട്ടിയാലോ എന്ന് വെച്ച് അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ മീനിൻ്റെ കുഞ്ഞി പൊടികൾ ഇങ്ങനെ വന്നത് നിങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. ഇതിലിപ്പോൾ കാണുന്നില്ല, ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നല്ല വെയിലുണ്ട്. അങ്ങനെ കുറേ പൊടി മീനുകളിങ്ങനെ വന്നു. അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷ തന്നുകൊണ്ട് അവിടെ നിന്ന് വരുന്ന ഒരു കൂട്ടം മീനുകൾ. എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ഈ മീനിനെ പറയുക ഏട്ടക്കൂരി എന്നാണ് പറയുക. അങ്ങനെ കുറേ വന്നു കേട്ടോ. സത്യം പറഞ്ഞ വല്ല വലയുണ്ടെങ്കിൽ അങ്ങ് പിടിച്ചെടുക്കായിരുന്നു, അത്ര അധികം വന്നു. പക്ഷേ ഇതിനെ കൈയിട്ടെടുക്കാനായിട്ട് പറ്റത്തില്ല. നല്ല പോലെ അത് ഇതിൻ്റെ കടച്ചിലുണ്ടാവും അതിൻ്റെ മുകളിൽ കൊണ്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വെറുതെ നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. മൃഗത്തിൽ ഇതിന് മുന്നേ ഒരുപാട് തവണ മീൻ ചാകരയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മീൻ ചാകരയൊക്കെ ഉണ്ടായല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളും വന്നത്. പക്ഷേ ചാകര മൊത്തം വെള്ളത്തിലായിരുന്നു എന്ന് മാത്രം, ഒന്നും മുകളിലോട്ട് വന്നില്ല. എന്നാലും കുഴപ്പമില്ല, അതൊരു സന്തോഷം ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ. എന്നോട് എന്നാൽ ലൈഫ് ഗാർഡ്സ് ചേട്ടന്മാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം തരിയൊന്നുമില്ലാതെ നമ്മൾ കുറേ നേരം അവിടെ നിന്നപ്പോൾ അവർ കുറച്ച് സമയം കൂടെ നമുക്ക് തന്നായിരുന്നു. ഒരു 10 മിനിറ്റിനേക്കാളും കൂടുതലൊക്കെ നമ്മളവിടെ നിന്നിട്ടുണ്ട്. ഇല്ല, കയറ് പിടിച്ചിട്ടുണ്ട്. ഇല്ല, ഒന്നും പിടിച്ചിട്ടില്ല, ഞാൻ തന്നെ വെക്കണല്ലോ എൻ്റെ സ്വന്തം റിസ്കിൽ. ഇവിടെയാണ് മീനൊക്കെ. അങ്ങനെ മീനിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു നിന്ന് അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ രീതിയിലൊക്കെ തിരയൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് അങ്ങനെ അധികം തിരയടിക്കുന്നില്ല. അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ കയറി വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് തിരയടിക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് അവിടെ പോയി നിൽക്കാം. അവിടെ പോയി നിൽക്കുമ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിര അടിക്കുന്നത് അറിയാനായിട്ട് പറ്റും. കണ്ടോ, ആ പാലത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് കണ്ടോ. അപ്പോൾ അവിടെ പോയി നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോവാണ്. കേരളത്തിലെ 3ാമത്തെയും തൃശ്ശൂർ ജില്ലയിലെ തന്നെ ആദ്യത്തെയും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണിത്. 100 മീറ്റർ നീളവും 3 മീറ്റർ വീതിയിലാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. 1500 പ്ലാസ്റ്റിക് ലിനിയൻ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ കൊണ്ട് നിർമ്മിച്ച ഫ്ലോട്ടിംഗ് ബോക്സുകൾ യോജിപ്പിച്ചാണ് കൈവരികൾ കയറുമായി ബന്ധിപ്പിച്ചാണ് ഈ പാലം സ്ഥാപിച്ചിട്ടുള്ളത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സ്വകാര്യ സംരംഭകരുമായി സഹകരിച്ച് 1 കോടി രൂപ ചെലവിലാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടുത്തെ എൻട്രി ഫീസ് ഒരാൾക്ക് 120 രൂപയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ചേട്ടന്മാർക്ക് ഒരു ബിഗ് താങ്ക്സ് പറയാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളവിടെ പറഞ്ഞിട്ടും ഉണ്ട് അവരടുത്ത്. നമ്മൾ ഒരുപാട് നേരം ഒന്നും അവിടെ നിൽക്കാനായിട്ട് നമുക്ക് പറ്റില്ല. 120 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 10 മിനിറ്റ് മാത്രമേ ഒരാൾക്ക് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിൽക്കാനായിട്ടുള്ള സമയമുള്ളൂ. അതിൽ കൂടുതൽ അവരവിടെ നിർത്തില്ല. പിന്നെ ഇത് ഉച്ച സമയമായതുകൊണ്ട് ഒട്ടും തന്നെ തിരക്കില്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ പിന്നെ തിരയൊന്നും ഇല്ല, ഒട്ടും തിരയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചധികം സമയം അവർ തന്നിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികളുള്ളതല്ലേ, അപ്പോൾ അവർക്ക് അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ചധികം സമയം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു.
ഇതുവരെ അവിടെ പോവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും മക്കളെയൊക്കെ കൊണ്ടൊന്ന് പോയി നോക്കണം കേട്ടോ. പിന്നെ മക്കളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അതുപോലെ അനുസരിക്കുക എന്നുള്ളതാണ്. കുറേ ആളുകൾ നമ്മളവിടെ പോയ സമയത്ത് അവിടെ കടലിലിറങ്ങിയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അവരോട് ഒരുപാട് സമയം അവർ പറയുന്നുണ്ട് കയറുന്നു, പക്ഷെ ഒരാൾ പോലും അനുസരിക്കുന്നില്ലായിരുന്നു. എല്ലാവരും അവിടെ കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ പോയിട്ട് വരാം. ശരിയൊക്കെ വന്നു തുടങ്ങിട്ടോ. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവന്മാരുടെ മുഖത്തൊക്കെ ഇത്തിരി തെളിച്ചം കണ്ടു തുടങ്ങിയത്. ഇതുവരെ ആകെ ഇങ്ങനെ എന്താ പറയുക, ചത്ത മീൻ്റെ കണ്ടുപോലെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണൊന്ന് ചിരിച്ചു തുടങ്ങിയത്. ഈ തിര ഇങ്ങനെ അടിച്ച് കയറുന്ന സമയത്ത് ഇതിൻ്റെ മേലെ നിന്നിട്ട് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് അങ്ങ് സുഖമുള്ളൊരു സംഭവമല്ല. കാരണം ഒരു ചെറുതായിട്ടൊന്ന് ബാലൻസ് പോയാൽ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അപ്പുറത്ത് നിന്നിട്ട് സ്റ്റെഫി വീഡിയോ എടുക്കുന്നുണ്ട്, അതിനൊപ്പം ഞാനിവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ ആകാശത്തോട്ട് പൊന്തി പോകുന്നൊരു ഫീലായിരുന്നു കേട്ടോ. സ്റ്റെഫി ഇതാ അവിടെ നിന്നിട്ട് എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവളുടെ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഈ ചേട്ടന്മാർ നമ്മളോട് ചോദിച്ചായിരുന്നു കേട്ടോ, എന്താണ് ഇപ്പോൾ ഇത് കഥാന്ന്, രണ്ടുപേരും വീഡിയോ എടുത്ത് കളിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞല്ല, നമുക്കിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അവരെയും കൂടി ഒന്ന് കാണിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടോ, കുഞ്ഞു ചാനലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും അവർ കാണിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഇതാ ഒരു സബ്സ്ക്രൈബറേയും കൂടെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാ പേജിൻ്റെ ID ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മാത്രമല്ല കേട്ടോ, സ്പീഡ് ബോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ബഗ്ഗി റൈഡ് ഉണ്ട്, പിന്നെ കുതിര സവാരി ഉണ്ട്, പിന്നെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകാനായിട്ട് പറ്റും. പിന്നെ ഒരു വൈകിട്ട് ഒരു 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ്. സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി നമ്മളിതാ ഒരു ഐസ്ക്രീം കഴിക്കാനായിട്ട് തൊട്ടപ്പുറത്ത് തന്നെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചേട്ടന്മാർ കൊട്ടുന്നത് കണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം കണ്ട് പിന്നെ അതാ ഈ കടലിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ നല്ല രീതിയിൽ തിര അങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടോട്ടൊന്നും ഇറങ്ങിയില്ല. പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന് നമ്മൾ പിന്നെ തിരിച്ചു പോയി. പിന്നെ നമ്മളിങ്ങോട്ട് വന്നത് ബസ്സിനെയാണ് നമ്മൾ വന്നത്. തൃശ്ശൂരിൽ നിന്ന് ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ചാവക്കാടേക്കുള്ള ബസ്സിലാണ് നമ്മൾ വന്നത്. ചാവക്കാട് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബീച്ചിൻ്റെ അവിടേക്കുള്ള ബസ് കയറി. അപ്പോൾ ഈ ബീച്ചിൻ്റെ അവിടെ വന്ന് നമുക്ക് ഇറങ്ങാം കേട്ടോ. തിരിച്ച് ബീച്ചിൻ്റെ അവിടെ നിന്ന് അതുപോലെ തന്നെ ചാവക്കാട് സ്റ്റാൻഡിലോട്ട് ബസ്സുണ്ട്, അവിടുത്തെ തൃശ്ശൂർ ബസ്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ ഇനി വണ്ടിയൊന്നുമില്ല എങ്ങനെ പോകും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബസ്സിനെ പോയിട്ട് വരാൻ എളുപ്പമാണ്. ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ച് ഡ്രസ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മാറണം എന്നുണ്ടെങ്കിൽ അവിടെ കുളിക്കാൻ വരെയുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരയ്ക്ക് എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.